മഴ ഇങ്ങനെ എന്നാലും കുഞ്ഞിനുള്ള ഉണക്കലും പൊടിക്കലും ഒക്കെ പാടാവുമല്ലോ മോളെ. അമ്മ അപ്പളൊന്ന് കട്ട് ചെയ്തരും. പിന്നെ ഈ ഉണക്കലും പൊടിക്കലും ഓർത്ത് അമ്മേനെ വിഷമിക്കണ്ട. എന്താ അതിനൊക്കെ ഇപ്പൊ പരിഹാരം ഉണ്ടമ്മേ. എന്ത് പരിഹാരം? അമ്മ വന്നെടുത്തേ. ഇതൊന്നേ ഇപ്പൊ അധികം ഉപയോഗിക്കാൻ പാടില്ലേ? ഓ ഇല്ലമ്മേ, ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാനാ. ഇതിനകത്തിട്ടല്ലേ ഉണക്കുന്നേനെ. ലത മോളെ തമാശ പോലെ ഇതുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, അമ്മിനി ഉണക്കിയും പൊടിച്ചും ബുദ്ധിമുട്ടുണ്ടാവും. ഇതെന്താ മോളെ, വാഴക്കയുടെ ഒക്കെ പടം കാണുന്നുണ്ടല്ലോ. ഇതാണ് ബേബി വിറ്റയുടെ റൈസ് ബനാന പൗഡർ. അതായത് നമ്മൾ ഈ കായൊക്കെ ഉണക്കി പൊടിക്കാറില്ലേ, ആ ബുദ്ധിമുട്ടിനി അമ്മയ്ക്ക് വേണ്ട. ഇത് ആര് പറഞ്ഞു? എന്റെ കൂടെ പഠിച്ച അനു ഇല്ലേ അമ്മേ, ഇന്നാള് നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോ കണ്ടത്. ആ ഡോക്ടർ വെച്ചോ? അവള് തന്നെ. അവളാ പറഞ്ഞേ. മാത്രമല്ല യാതൊരു മായവും ചേർക്കാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാ അവരിത് ഉണ്ടാക്കുന്നത്. റാഗി പൗഡർ, റൈസ് ദാൽ ബീട്രൂട്ട്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവർക്കുണ്ട്. അത് മാത്രോ 30 വർഷത്തെ പാരമ്പര്യവും അവർക്കുണ്ട്. അതെയോ? എങ്കിൽ നമുക്കിത് മേടിച്ചാലോ? അപ്പൊ മഴക്കാലം ഇനി മഴയായാലെന്ത് വേനലായാലെന്ത്, ബേബി വിറ്റ കരുതലോടെ കൂടെ ഉള്ളപ്പോൾ കുഞ്ഞിന് നല്ലതേ വരൂ.